ഏവർക്കും കുവൈത്ത് വാർത്തകളിലേക്ക് സ്വാഗതം. കുവൈത്തിലെ ഇന്നത്തെ പ്രധാന വാർത്തകൾ. കുവൈറ്റിൽ തെറ്റായ സ്ഥലത്ത് ഹോൺ ഉപയോഗിക്കുന്നത് ട്രാഫിക് നിയമപ്രകാരം നിയമലംഘനമാണെന്നും ഈ ലംഘനത്തിന് 25 കുവൈറ്റ് ദിനാർ പിഴ ഈടാക്കുമെന്നും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് അറിയിച്ചു. വാഹനത്തിൽ ഹോൺ ഉപയോഗിക്കുന്നത് അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകാനാണെന്നും ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റിലെ ട്രാഫിക് അവയർനെസ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് ഡയറക്ടർ ലഫ്റ്റനന്റ് കേണൽ അബ്ദുള്ള യു ഹസൻ വിശദീകരിച്ചു. അഭിവാദ്യം ചെയ്യുന്നതോ റോഡിൽ ശ്രദ്ധ നേടുന്നതോ പോലുള്ള തെറ്റായ സ്ഥലത്താണ് ചില ഡ്രൈവർമാർ ഹോൺ ഉപയോഗിക്കുന്നത് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. തെറ്റായ സ്ഥലത്ത് ഹോൺ ഉപയോഗിക്കുന്നതിന്റെ ഏതെങ്കിലും ലംഘനം കുറ്റക്കാരനായ ഡ്രൈവർക്കെതിരെ ട്രാഫിക് പോയിന്റുകൾ ചേർക്കുന്നതിന് കാരണമാകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അടുത്ത മാസം 1-ാം തീയതി മുതൽ വാഹന ഇടപാടുകളിൽ വില പണമായി സ്വീകരിക്കാൻ പാടില്ലെന്ന തീരുമാനവുമായി കുവൈറ്റ് വാണിജ്യ വ്യവസായ മന്ത്രാലയം. ഒക്ടോബർ 1 മുതൽ റൊക്കം പണം നൽകി വാഹനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതും നിരോധിച്ചതായി വാണിജ്യ വ്യവസായ മന്ത്രി ഖലീഫ അൽ അജീൽ വ്യക്തമാക്കി. പകരം എല്ലാ വാഹന ഇടപാടുകൾക്കുമുള്ള പണം ബാങ്കിംഗ് ചാനലുകൾ വഴി മാത്രമേ നടത്താവൂ എന്നും മന്ത്രി അറിയിച്ചു. ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമം കൊണ്ടുവന്നതായും അടുത്ത മാസം ആദ്യം മുതൽ നിയമം പ്രാബല്യത്തിൽ വരുമെന്നും അദ്ദേഹം അറിയിച്ചു. സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുക, കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള പഴുതുകൾ ഇല്ലാതാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് വാഹനങ്ങൾ വാങ്ങുമ്പോൾ വില പണമായി നൽകരുതെന്ന് നിർദ്ദേശിക്കാൻ കാരണമെന്നും അദ്ദേഹം വ്യക്തമാക്കി. രാജ്യത്ത് കള്ളപ്പണം വെളുപ്പിക്കാനും സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് മറയായും വാഹന ഇടപാടുകൾ വ്യാപകമായി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കുവൈറ്റിലെ അഹമ്മദി പ്രദേശത്തെ എണ്ണ കമ്പനിയിൽ നിന്ന് ഡീസൽ മോഷ്ടിച്ച് വിൽപ്പന നടത്തി വന്നിരുന്ന 3 പേർ പിടിയിൽ. കുവൈറ്റ് സ്വദേശിയോടൊപ്പം സഹായിയായ 2 ഇന്ത്യക്കാരും അറസ്റ്റിലായിട്ടുണ്ട്. എണ്ണ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരന്റെ സംശയമാണ് ഇവരെ പിടികൂടിയത്. അദ്ദേഹം അധികൃതർക്ക് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയിൽ അൽ വഫ്ര മരുഭൂമിയിൽ ആടുകളെ മേയ്ക്കുന്ന ഷെഡിന്റെ മറവിലാണ് ഡീസൽ മോഷണം കണ്ടെത്തിയത്. പിടിയിലായ ഇന്ത്യക്കാർ ട്രക്ക് ഡ്രൈവർമാരാണ്. മോഷ്ടിച്ച ഡീസൽ വാട്ടർ ടാങ്കുകളിലായിരുന്നു ഇവർ കടത്തിയിരുന്നത്. കുവൈത്തിൽ പ്രവാസി മലയാളിക്ക് നേരെ എയർഗൺ ആക്രമണം. കോട്ടയം ചങ്ങനാശ്ശേരി ആരമലക്കുന്ന് സ്വദേശിയായ ഫാസിൽ അബ്ദുൾ റഹ്മാനാണ് എയർഗൺ ആക്രമണത്തിൽ വെടിയേറ്റത്. ബുധനാഴ്ച വൈകിട്ട് 8 മണിയോടുകൂടി താമസ സ്ഥലമായ മഹ്ബൂലയിൽ വെച്ചായിരുന്നു സംഭവം. ഫ്ളാറ്റിൽ നിന്ന് സമീപത്തുള്ള ജോലിസ്ഥലത്തേക്ക് പോകുന്നതിനായി ഇലക്ട്രിക് സ്കൂട്ടറിൽ കയറുന്നതിനിടയിൽ ഒരു വെടിശബ്ദവും ഒപ്പം തന്റെ ശരീരത്തിൽ എന്തോ പതിച്ചതായും ഫാസിലിന് അനുഭവപ്പെട്ടു. തുടർന്ന് ഇടതുവശത്ത് നെഞ്ചിനും തോളിനുമിടയിൽ നിന്ന് രക്തം വരുന്നതായും ശ്രദ്ധയിൽപ്പെട്ടു. ഉടൻ തന്നെ കൂടെ താമസിക്കുന്ന കൊല്ലം സ്വദേശിയായ വിനീഷിനെ വിളിച്ച് കാര്യം അറിയിച്ചു. വിനീഷ് എത്തി ഫാസിലിനെ അദാൻ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു. രാത്രി തന്നെ ശരീരത്തിൽ തുളച്ചു കയറിയ പെല്ലറ്റ് നീക്കം ചെയ്തു. സംഭവത്തിൽ പോലീസ് ഫാസിലിന്റെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തിവരികയാണ്. നാളെ മുതൽ ഈ മാസം 23 വരെ പാസ്പോർട്ട് സേവാ പോർട്ടലിന്റെ സാങ്കേതിക അറ്റകുറ്റപ്പണികൾ കാരണം കുവൈറ്റിലെ ഇന്ത്യൻ എംബസി പാസ്പോർട്ട് സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചു. ഈ കാലയളവിൽ കുവൈറ്റിലെ എംബസിയിലും ഇന്ത്യൻ കോൺസുലാർ ആപ്ലിക്കേഷൻ സെന്ററുകളിലും തൽക്കാൽ PCC ഉൾപ്പെടെയുള്ള പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമല്ല. എന്നിരുന്നാലും കോൺസുലാർ വിസ സേവനങ്ങൾ ICAC കളിൽ തുടർന്നും ലഭ്യമാകുമെന്നും എംബസി അറിയിച്ചു.